ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആര്? ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആര്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആര്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം ഏത്? ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം ഏത്? ആസ്ട്രോസാറ്റ്. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം ഏത്? ആസ്ട്രോസാറ്റ്. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം ഏത്? ആസ്ട്രോസാറ്റ്. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം. ഉത്തരം ബോയിൽ നിയമം. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം. ഉത്തരം ബോയിൽ നിയമം. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? വിസരണം. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? വിസരണം. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ഉത്തരം വായു, ജലം, ഇരുമ്പ്. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ഉത്തരം വായു, ജലം, ഇരുമ്പ്. മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? പാചകവാതകത്തിലെ പ്രധാന ഘടകം. മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഉത്തരം പാചകവാതകത്തിലെ പ്രധാന ഘടകം. ഒരാറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഒരു ആറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഉത്തരം 32. ഒരാറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഉത്തരം 32. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഹേബർ പ്രക്രിയ. വ്യവസായമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം ഹേബർ പ്രക്രിയ. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം 80. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം 80. സ്വയം പ്രതിരോധ വൈകല്യത്തിനുദാഹരണമാണ് വാതപ്പനി. സ്വയം പ്രതിരോധ വൈകല്യത്തിനുദാഹരണമാണ് വാതപ്പനി. കേരളത്തിൽ നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പട്ടാമ്പി. കേരളത്തിൽ നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പട്ടാമ്പി. ഗോയിറ്റർ എന്ന രോഗം ഏതു ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഗോയിറ്റർ എന്ന രോഗം ഏതു ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥി. ഗോയിറ്റർ എന്ന രോഗം ഏതു ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥി. കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സക്കായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? കാരുണ്യ. കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? കാരുണ്യ. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത്? വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത്? ആഗോളതാപനം. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത്? ആഗോളതാപനം. ഓങ്കോളജി ഏതു രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ഓങ്കോളജി ഏതു രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ഉത്തരം ക്യാൻസർ. ഓങ്കോളജി ഏതു രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ക്യാൻസർ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത്? കണ.
വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത്? ഉത്തരം കണ. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? പ്ലാസ്മോഡിയം. സന്ധി നിർണ്ണയിക്കുക. ഋക്ക് പ്ലസ് വേദം = ഋഗ്വേദം. സന്ധി നിർണ്ണയിക്കുക. ഋക്ക് പ്ലസ് വേദം = ഋഗ്വേദം. ഉത്തരം ആദേശസന്ധി. സന്ധി നിർണ്ണയിക്കുക. ഋക്ക് പ്ലസ് വേദം = ഋഗ്വേദം. ഉത്തരം ആദേശസന്ധി. പൈതാഹം എന്നത് ഏതിൻ്റെ പര്യായമാണ്? പൈതാഹം എന്നത് ഏതിൻ്റെ പര്യായമാണ്? ഉത്തരം വിശപ്പും ദാഹവും. പൈതാഹം എന്നത് ഏതിൻ്റെ പര്യായമാണ്? വിശപ്പും ദാഹവും. അംബികാസുധൻ മാങ്ങാടിൻ്റെ എൻമകജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് നീലകണ്ഠൻ. അംബികാസുധൻ മാങ്ങാടിൻ്റെ എൻമകജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് നീലകണ്ഠൻ. മഹാശ്വേതാദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വർഷം. മഹാശ്വേതാദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വർഷം 1996. മഹാശ്വേതാദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വർഷം 1996. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ വി മാധവൻ നായർ. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ വി മാധവൻ നായർ. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത്? തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത്? സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം. സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത്? ഉത്തരം ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം. ഓരോ കുട്ടിയും ശ്രദ്ധിക്കണം എന്നാണ് ശരിക്കും വേണ്ടത്. ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഉത്തരം ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം. പുതിയ കിണറ്റിൽ വെള്ളം തീരെയില്ല എന്നതിൻ്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനമാണ്. പുതിയ കിണറ്റിൽ വെള്ളം തീരെയില്ല എന്നതിൻ്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനമാണ് There is little water in the new well. പുതിയ കിണറ്റിൽ വെള്ളം തീരെയില്ല എന്നതിൻ്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനമാണ് There is little water in the new well. To let the cat out of the bag. To let the cat out of the bag എന്നതിൻ്റെ ശരിയായ അർത്ഥമാണ് To let the cat out of the bag എന്നതിൻ്റെ ശരിയായ അർത്ഥമാണ് രഹസ്യം പുറത്തറിയിക്കുക. To let the cat out of the bag. രഹസ്യം പുറത്തറിയിക്കുക. അപ്പോൾ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആര്? ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏത്? ആസ്ട്രോസാറ്റ്. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ബോയിൽ നിയമം. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? വിസരണം. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. വായു, ജലം, ഇരുമ്പ്. മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന. പാചകവാതകത്തിലെ പ്രധാന ഘടകം. ഒരാറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 32. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഹേബർ പ്രക്രിയ. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാതപ്പനി. കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പട്ടാമ്പി. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥി. കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സക്കായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? കാരുണ്യ. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത്? ആഗോള താപനം. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ക്യാൻസർ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത്? കണ. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? പ്ലാസ്മോഡിയം. സന്ധി നിർണ്ണയിക്കുക. ഋക്ക് പ്ലസ് വേദം = ഋഗ്വേദം. ആദേശസന്ധി. പൈതാഹം എന്നത് ഏതിൻ്റെ പര്യായമാണ്? വിശപ്പും ദാഹവും. അംബികാസുധൻ മാങ്ങാടിൻ്റെ എൻമകജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് നീലകണ്ഠൻ. മഹാശ്വേതാദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വർഷം 1996. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ വി മാധവൻ നായർ. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത്? സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം. ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം.
പുതിയ കിണറ്റിൽ വെള്ളം തീരെയില്ല എന്നതിൻ്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനമാണ് ദെയർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ന്യൂ വെൽ. ടു ലെറ്റ് ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്നതിൻ്റെ ശരിയായ അർത്ഥമാണ് രഹസ്യം പുറത്തറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു.